ഞാൻ അച്ഛനായ ആദ്യ വർഷത്തിലെ ഒരു പള്ളിയിൽ വിശുദ്ധ സെന്റ് സെബാസ്റ്റ്യനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് പോയി. വലിയ ആധികാരികതയോടെ വലിയൊരു പ്രസംഗമൊക്കെ നടത്തി. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു യുവാവ്, ഒരു പയ്യൻ എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ ഒരു സംശയമുണ്ട് ചോദിക്കാനായിട്ട്. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താണ് സംശയം? ഇപ്പം എനിക്ക് പേടി, നമ്മൾ പ്രസംഗം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിപ്പോയോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ യഥാർത്ഥത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? അപ്പം ഞാൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ മരിച്ച് രക്തസാക്ഷി വിശുദ്ധനാണ്. അപ്പോൾ അവൻ അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധൻ എങ്ങനെയാണ് മരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ചടിച്ചാണ് ആ വിശുദ്ധനെ കൊന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ മോനെ ഞാൻ പ്രസംഗത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇതെല്ലാം എൻ്റെ സംശയം, ഞാൻ സംശയത്തിലോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്താണ് നിൻ്റെ സംശയം? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഈ കത്തോലിക്ക സഭയിലൊരു ചരിത്രമുണ്ട്. സഭയിൽ വിശുദ്ധരുണ്ട്, ഈ വിശുദ്ധരിൽ കുറേ രക്തസാക്ഷികളുണ്ട്. ഈ രക്തസാക്ഷികളുടെ ഒരു പ്രത്യേകത, അവർ മരിച്ച ദിവസമാണ് സഭയിൽ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ അവർ മരിച്ച സ്ഥലം, മരിച്ച രീതി, അതൊക്കെ എപ്പോഴും ശ്രേഷ്ഠമായി സഭ കാണും. ഇനി ഈ വിശുദ്ധരെ പോലും എടുക്കണ്ട, നമ്മുടെ കർത്താവിനെ എടുത്ത് നോക്കിയാൽ പോലും കർത്താവ് മരിച്ച സ്ഥലം കാൽവരി, കർത്താവ് മരിച്ച ദിവസം വെള്ളിയാഴ്ച, കർത്താവ് മരിച്ച കുരിശ്, ഇതൊക്കെ സഭയിൽ ഇപ്പോഴും ശ്രേഷ്ഠമാണ്, അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ചത് ഇരുമ്പിൻ്റെ വടി കൊണ്ട് അടിച്ചാണ്. അങ്ങനെയാണെങ്കിലും ഒരു തിരുനാൾ സമയത്ത് നമ്മൾ നേർച്ചയായിട്ട് കൊണ്ട് നടക്കേണ്ടത്, നമ്മൾ നേർച്ചയായിട്ട് സമർപ്പിക്കേണ്ടതൊക്കെ ഈ ഇരുമ്പിൻ്റെ വടിയല്ലേ? നമ്മൾ ഈ അമ്പിലേക്ക് കൊണ്ടുവന്നത് വല്ല കാര്യമുണ്ട്? ഈ അമ്പും സെബസ്ത്യാനോസ് പുള്ളി തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ വലിയൊരു ആധികാരിക പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ട് അവൻ വിചാരിച്ച് എനിക്കെല്ലാം അറിയാമെന്ന്. ഞാനിങ്ങനെ എന്ത് പറയുമെന്നറിയാതെ വേർതിരിക്കുമ്പോൾ എൻ്റെ വികാരിച്ചൻ പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ അവന് വട്ടാണ്, അച്ഛൻ നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ദൈവപുണ്യം പോലെ ഒരു അച്ഛൻ എന്നെ വിളിച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ പതുക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരു ആദ്യ വർഷത്തിൽ എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ആ ചോദ്യം എപ്പോഴും ബാക്കിയായി നിൽക്കുന്നൊരു ചോദ്യമാണ്. കത്തോലിക്ക സഭയിൽ നിരവധിയായ വിശുദ്ധരുണ്ടായിരിക്കുമ്പോൾ ആ വിശുദ്ധർക്കും എന്തിന് നമ്മുടെ കർത്താവിന് പോലും മരിച്ച ദിവസം മരിച്ച വസ്തുക്കളും ശ്രേഷ്ഠമായിട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളിന് മാത്രം നമ്മൾ അമ്പ് കൊണ്ടിങ്ങനെ നടക്കുന്നു? അമ്പല്ലല്ലോ കൊണ്ട് നടക്കേണ്ടത്. ഒരു കൃത്യമായ ചോദ്യമാണ്. ഇങ്ങനൊരു ചോദ്യത്തിനിടയിൽ നമ്മളെല്ലാവരും കണ്ടെത്തേണ്ട ഒരു ഉത്തരവുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളിനെ ഈ പടയാളികൾ അമ്പ് കൊണ്ടാണ് അവർ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. പല പ്രാവശ്യം അമ്പ് ചെയ്തു, അതെല്ലാം ശരീരത്തിൽ കൊണ്ടിരിക്കുന്നു. ഈ ചിത്രം രൂപമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. എന്നാൽ സെബസ്ത്യാനോസ് പുണ്യവാളൻ അപ്പം മരിച്ചില്ല. നിങ്ങൾക്ക് ചരിത്രവും കഥകളൊക്കെ അറിയാമായിരിക്കും. മരിച്ചില്ല. ഒരു സ്ത്രീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. അദ്ദേഹം, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളൊരാൾ കൊല്ലുന്നു, കൊന്നതിന് ശേഷം നമ്മൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കിട്ടിയ പാതി കിട്ടാത്ത പാതി നമ്മളങ്ങനെ ഓടുമായിരുന്നു അല്ലേ? നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ആ വിശുദ്ധൻ അങ്ങനെ ചെയ്തില്ല. ആ വിശുദ്ധൻ ആരാണോ കൊല്ലാൻ ആജ്ഞയിട്ടത് ആ ചക്രവർത്തിയുടെ മുമ്പിൽ പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെയല്ലേ കൊല്ലാൻ നോക്കിയത്? ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അതെ, ക്രിസ്തുവാണ് ഏകരക്ഷകൻ. ഇനി എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ നെഞ്ചും വിരിച്ച് കയ്യും വിരിച്ച് നിന്ന് കൊടുത്തു. അതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവന്റെ മുമ്പിൽ വീണ്ടും പോയി നിന്നിട്ട് അതേ വിശ്വാസം ഏറ്റു പറഞ്ഞു, ക്രിസ്തുവാണ് ഏകരക്ഷകൻ, ഇനി എന്നെ കൊന്നുകൊള്ളും. എന്നിട്ട് ആ ചക്രവർത്തി അമ്പാൽ കൊല്ലപ്പെടാത്തത് കൊണ്ട് ഇനി ഇരുമ്പ് വടിയാൽ അവനെ കൊല്ലാൻ വേണ്ടി ആജ്ഞയിടുന്നു. എല്ലാവരും ചേർന്ന് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചടിച്ച് ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്നും കൊന്നുകളയുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടും ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തുകൊണ്ടാണ് അമ്പ് നമ്മളിപ്പോഴും നേർച്ചയായിട്ട് കൊണ്ടു നടക്കുന്നത്? അമ്പ് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായി മാറുന്നത്? അതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. മരിക്കുന്ന സമയത്ത് പോലും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധൻ, മരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു അമ്പിന്റെ മുമ്പിൽ പോലും അയാൾ പതറാതെ, പിന്നീട് ഒരു കാരിരുമ്പിന്റെ കമ്പി കൊണ്ട് പോലും മരിക്കാൻ തയ്യാറായി ആ മനുഷ്യൻ പോയി നിന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ പാഠം ഇതാണ്: സഹിച്ച് മരിക്കാനുള്ളതല്ല വിശ്വാസം, സഹിച്ച് ജീവിക്കാനുള്ളതാണ് വിശ്വാസം. സഹിച്ച് മരിക്കാനിടയാകുന്ന ഇരുമ്പ് വടി കൊണ്ടല്ല ജീവിക്കേണ്ടത്, മറിച്ച് സഹിച്ച് ജീവിക്കാനുള്ള അമ്പ് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അതാണ് ഈ വിശുദ്ധൻ ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും മനോഹരമായ പാഠം. ഒരു സഹനമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ വേണ്ടി ഒരു അമ്പാണ് ആ വിശുദ്ധനെ സഹായിച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ അമ്പ് നേർച്ചയായി കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുണ്യപ്പെട്ട രാത്രി നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സഹിച്ച് മരിക്കേണ്ടവരല്ല നമ്മൾ,
സഹിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ കരങ്ങൾ നമ്മൾ അമ്പുകൾ ഏന്തിക്കൊണ്ട് ആ വിശുദ്ധനെ സമർപ്പിക്കുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങൾക്കും കണ്ണുനീരിനൊക്കെ ഇടയിൽ നമ്മുടെ വിശ്വാസം മരിക്കുവോളം നമ്മൾ പോയി നിന്ന് കർത്താവാണ് ഏക രക്ഷകരെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമുക്ക് മരിക്കുന്നതിനുള്ള വിശ്വാസം നമുക്ക് ഇപ്പോഴുമുണ്ടോ? എളുപ്പത്തിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്: വിശ്വാസം നമ്മളൊക്കെ ജീവിക്കുന്നുണ്ടോ? ഈ വിശ്വാസം ജീവിക്കുന്നുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ വായിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലാണ്. മത്തായി സുവിശേഷം 21-28 വാക്യത്തിൽ ഒരു അപ്പൻ ചെന്ന് മക്കളോട് പറയുന്നു, മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ പറയുന്നു. ഒരുവൻ പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ ജോലി ചെയ്യാം. പക്ഷെ അവൻ പോയില്ല. പറഞ്ഞ വാക്ക് അവൻ ജീവിച്ചില്ല. അതാണ് അവൻ്റെ ഒരു പ്രശ്നം. അവന് പോകാമെന്നൊക്കെ ഒരു പറയാൻ വാക്കിലുണ്ടായിരുന്നു, പക്ഷെ കാര്യത്തിനടുത്തെത്തിയപ്പോൾ അവൻ പോയില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ ആദ്യ ഒരു വീഴ്ച. വിശ്വാസത്തിൽ സംഭവിക്കാൻ ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം ഇതാണ്: പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്നു. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസത്തിൻ്റെ ആരംഭവും എന്ന് പറയുന്ന ജ്ഞാനസ്ഥാനത്തിലാണല്ലോ. ചില സമയത്തൊക്കെ ജ്ഞാനസ്ഥാനം കൊടുക്കുന്ന സമയത്ത് എനിക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാനെന്തോ അപരാധം ചോദിച്ചതുപോലെയാണ്. ചില കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ മാതാപിതാക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു. ഇത് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു നോട്ടമാണ്. അച്ഛൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? പിശാചു ആരത്, എന്തത്, നമ്മളുടെ ഒരു ബന്ധമില്ലാത്ത ഒരാളാണല്ലോ എന്നുള്ള രീതിയിൽ, അതൊക്കെ ഞങ്ങൾ എപ്പോഴും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾ അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നു. അച്ഛാ, ഞാൻ 2025 ഉപേക്ഷിച്ചു, ഇത് പുതിയ വർഷം, ഒരു ആർഭാടവും ഇല്ല, പിശാച് ഞാനായിട്ട് ഒരു ബന്ധമില്ല. ഇങ്ങനെ വളരെ ആർഭാടത്തോടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരും. നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു? അപ്പോഴും അവർ ഉറപ്പിച്ചു പറയും, നമ്മുടെ കർത്താവ്, ഞാൻ വിശ്വസിക്കാതിരിക്കും. ഇങ്ങനെ വളരെ ലാഘവത്തോടെ പറയുന്ന ഒരു ഉത്തരം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസം ജീവിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. ഒരു പള്ളിയിലും വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ രൂപം ഇരിക്കണം, തിരുനാളാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇവിടുത്തെ സഹമധ്യസ്ഥനും വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളാണ്. അപ്പോൾ ഒരു പള്ളി, ഈ പള്ളിയിലട്ടോ, വേറെ ഏതോ പള്ളിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പള്ളിയിൽ തിരുനാളാണ്, 10 ദിവസം തിരുനാൾ നടക്കുകയാണ്. ഒരമ്മച്ചി, ഈ അമ്മച്ചിയുടെ പ്രത്യേകത, എല്ലാ ദിവസവും കുർബാന തുടങ്ങുമ്പോൾ ഈ ഗീവർഗീസ് പുണ്യവാളുടെ രൂപത്തിൽ പോയിരുന്നിട്ട് തൊട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കും. കുർബാന കഴിഞ്ഞിട്ടും പോയിരുന്ന് ഉമ്മ വയ്ക്കും. ഇത് ഉമ്മ വയ്ക്കുമ്പോൾ വികാരിച്ചിനൊരു സംശയം, ഇത്രയത്തോളം ഗീവർഗീസ് പുണ്യവാളോട് സ്നേഹം തോന്നിയൊരു അമ്മ, ഈ അച്ഛനിതൊരു അത്ഭുതമായിട്ട് മാറി. 10 ദിവസം വികാരിച്ചത് നന്നായിട്ട് നോക്കിയിരുന്നു. 10ാം ദിവസം, തിരുനാൾ ദിവസം, ഈ അമ്മച്ചി പതിവ് പോലെ വന്നു ഈ ഗീവർഗീസ് പുണ്യവാളുടെ രൂപത്തിൽ പോയി ഉമ്മ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് അമ്മച്ചിയെ വിളിച്ചു, അമ്മച്ചി, ഇത്രത്തോളം ഇങ്ങനെ തൊട്ട് ഉമ്മ വയ്ക്കാൻ ഗീവർഗീസ് പുണ്യവാളിന് അത്ര ഇഷ്ടമാണോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ കുർബാന കഴിഞ്ഞ് പിന്നീട് നോക്കുമ്പോഴാണ് അച്ഛന് മനസ്സിലായത്, അമ്മച്ചി ഗീവർഗീസ് പുണ്യവാളെ മാത്രമല്ല ഉമ്മ വയ്ക്കണം, താഴത്തെ പാമ്പിനെ കൂടെ ചേർത്താണ് ഉമ്മ വയ്ക്കുന്നത്. അപ്പോൾ അച്ഛനെ സംശയം, കാര്യം എന്തോ പന്തികരുണ്ട്. അച്ഛൻ അടുത്ത ദിവസം വീണ്ടും അമ്മച്ചിയെ വിളിച്ചു. അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത്, അച്ഛാ, സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കണമെന്ന് പറയാനൊന്നും പറ്റൂല. ഈ ദൈവം മാത്രമാണ് കൂടെ നിൽക്കുന്ന പരിപാടിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചില സമയങ്ങളിൽ പിശാചായിരിക്കും കൂടെ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമുക്ക് വേണം. നമുക്ക് ആരും ശത്രുക്കളില്ല. ഗീവർഗീസ് പുണ്യവാളിനും വേണം, താഴത്തെ പാമ്പും പിശാചൊക്കെ നമുക്ക് വേണം. ഇങ്ങനെ നമുക്കൊരു വിശ്വാസം പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ജീവിക്കുന്ന ചില കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന വിശ്വാസം നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വിശ്വാസികളുടെ ഒരു കൂട്ടമാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അതാണ് നമ്മൾ കണ്ട 2ാമത്തെ മകൻ. ഈ 2ാമത്തെ മകൻ്റെ പ്രത്യേകത, അവൻ പോകില്ലെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയി. അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവന് താല്പര്യമൊന്നുമില്ല, അവന് വലിയ ഉറപ്പൊന്നുമില്ല, അവന് പോകണമെന്ന് ഇഷ്ടവുമില്ല. എങ്കിലും ഇനി പോകണമല്ലോ എന്ന് കരുതി അവൻ പോയി. അതാണ് അടുത്തൊരു വിശ്വാസം. പലപ്പോഴും നമുക്കൊരു വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും നമ്മളങ്ങ് ചെയ്യും. ഇതുപോലെ ഒരു അമ്മച്ചി, ഞാൻ ഈ അമ്മച്ചിയെ പറയുമ്പോൾ അമ്മച്ചിമാർ പ്രത്യേകിച്ച് നമ്മൾ അടിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ അമ്മച്ചി എന്നുള്ള പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു അമ്മച്ചി എല്ലാ ദിവസവും അച്ഛൻ്റെ മേടയിൽ വരും. ഒരു ദിവസം അച്ഛൻ്റെ മേടയിൽ വന്നിട്ട്, അച്ഛാ, എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അമ്മച്ചി കരഞ്ഞുകൊണ്ടെന്ന് പറയണം. അപ്പോൾ വികാരിച്ചന് ഒത്തിരി സങ്കടമായി. അമ്മച്ചി എന്ത് പറ്റി, കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയാണ്, അച്ഛാ, എൻ്റെ മകൾ ദുബായിൽ ജോലിയാണ്, 75,000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ, നല്ല കാര്യമില്ലേ, 75,000 രൂപ ശമ്പളത്തോടെയൊക്കെ ജീവിക്കാന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ? അച്ഛാ, അതല്ല ഇവിടുത്തെ പ്രശ്നം, അച്ഛൻ കേൾക്ക്. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ, പറഞ്ഞു അമ്മച്ചി, പ്രശ്നം ഇവൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ജോലി അവിടെ കിട്ടിയാൽ 2-2.5 ലക്ഷം രൂപ ജോലി കിട്ടും.
എൻ്റെ മോൾ ആ പരീക്ഷയും കൂടെ ഒന്ന് പാസ്സായി അവിടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അച്ഛൻ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം അച്ഛൻ പറഞ്ഞു, അമ്മച്ചി നമുക്കൊരു കുടുംബമൊക്കെ ഉണ്ട്, നമ്മൾ കിട്ടുന്ന കാശ് സന്തോഷത്തോടെ കുടുംബത്തോടെയൊക്കെ ജീവിക്കണം. അമ്മച്ചി ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയൊന്നും ഇങ്ങനെ ഒത്തിരി ആഗ്രഹിക്കരുത്, പ്രാർത്ഥിക്കണം. അച്ഛൻ കുറേ ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നടക്കില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അപ്പുറത്തെ പള്ളിയിൽ അച്ഛൻ ഇതിനേക്കാളും വിശ്വാസമുള്ള അച്ഛനാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് അച്ഛൻ പറ്റുമെങ്കിൽ ഇതൊന്ന് പ്രാർത്ഥിച്ച് റെഡിയാക്കിത്താ. എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് എൻ്റെ മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതും പറഞ്ഞുകൊണ്ട് അമ്മച്ചി തൊട്ടടുത്ത കടയിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കൂടും എഴുതിയിട്ട് ഇറങ്ങിയിരിക്കേണ്ട രാവിലെ. ഇങ്ങനെ കുറേ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ വിശ്വാസത്തിലുണ്ട്. നമ്മൾ ഈ പറയുന്ന വിശ്വാസം നമുക്ക് ജീവിക്കാൻ പറ്റാറില്ല. ഉറപ്പില്ലാത്ത വിശ്വാസം നമുക്ക് വലിയ വ്യക്തതയുമില്ല. നമ്മൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ 2 മക്കളുടെ കാര്യത്തിലും നമുക്ക് വലിയ ഉറപ്പൊന്നുമല്ല. ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വിശ്വാസത്തിന് ഏറ്റവും മനോഹരമായ ഒരു പാഠം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ഒരു ജനിച്ച നാൾ മുതൽ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് 12 വർഷം നമ്മൾ മതബോധനം പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു യുവാവിനെ യുവതിയെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു യുവതി യുവാക്കളുടെ ഇടയിൽ വിശ്വാസത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മളുടെയൊക്കെ കുടുംബത്തിൽ പെട്ടെന്ന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇനി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയെ ഉപേക്ഷിച്ചും പ്രാർത്ഥന ഉപേക്ഷിച്ചും ജീവിക്കുന്നതിനിടയിൽ നമ്മുടെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ഓരോ രാത്രികളിലും കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടിടത്ത് സീരിയൽ കാണാനും മൊബൈലിൽ റീൽ കാണാനും വേണ്ടി കുടുംബ പ്രാർത്ഥന സൗകര്യാർത്ഥം നമ്മളൊക്കെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ മരിക്കുവോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മളുടെ വിശ്വാസം നമുക്ക് സംസാരിക്കാനും ജീവിക്കാനും സാധിക്കുന്നുണ്ടോ? ഇനി ഇതൊന്നുമല്ല വിശ്വാസമെങ്കിൽ പിന്നെ എന്താണ് വിശ്വാസം? ഞാൻ അച്ഛനായിട്ടുള്ള 2ാമത്തെ വർഷത്തിൽ നമ്മുടെ രൂപതയുടെ ധ്യാന കേന്ദ്രത്തിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഒരു ദമ്പതികളെ അറിയാം. 15 വർഷം അവർക്ക് മക്കളില്ല. ഈ മക്കളില്ലാതെ ഒത്തിരി പ്രാർത്ഥിച്ച് അവർ കിട്ടിയ ഒരു കുഞ്ഞാണ് അവസാനം ദൈവം നൽകിയൊരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ നൽകി ഒരു 6 മാസമാകുമ്പോൾ തന്നെ കുഞ്ഞിന് വിട്ടുമാറാത്ത അസുഖത്തിൻ്റെ പേരിൽ അവർ പിന്നീട് തിരിച്ചറിയുന്നുണ്ട് കുഞ്ഞ് ഒരു ഹൃദയത്തിൽ രോഗമുണ്ട്, അത് ഒരിക്കലും മാറില്ല. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ കുഞ്ഞ് അധിക നാൾ ജീവിക്കുന്ന ഒരു ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ പറയുമ്പോഴും ആ മാതാപിതാക്കൾ ഇങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഒടുവിൽ ഈ കുഞ്ഞിന് 1 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ അസുഖം മൂർധനീയാവസ്ഥയിലെത്തുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു. ഇത് പറയുമ്പോൾ ഡോക്ടേഴ്സിന് വളരെ കൃത്യമായിട്ടറിയാം ഈ കുഞ്ഞ് ഇനി അധിക നാൾ ജീവിക്കുന്ന ഉറപ്പൊന്നുമില്ല. ഈ ഓപ്പറേഷൻ സക്സസ് ആവുന്ന വലിയ ഉറപ്പൊന്നുമില്ല. ഈ കുഞ്ഞ് ഒരുപക്ഷെ മരിക്കുമായിരിക്കും. കാരണം അത്രത്തോളം ഉറപ്പില്ല. കാരണം ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നൊരു അസുഖമാണ്. അതുകൊണ്ട് ഇനി ഇതിപ്പോൾ എന്തുമാത്രം ഇത് രോഗം മാറിക്കിട്ടുമെന്ന് റിക്കവർ ആവുന്നൊരു ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ ഉറപ്പിനിടയിൽ ഈ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ആ ചാപ്പലിൽ ഈ അമ്മയും അച്ഛനും കൂടെ വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുന്നു. ഇവരെന്നോട് ഇങ്ങനെ ഈ സങ്കടങ്ങളൊക്കെ പറയാം. ഇവർ പറഞ്ഞു കേട്ടതിൽ എനിക്ക് മനസ്സിലായൊരു സത്യം, ഈ കുഞ്ഞ് നാളത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ജീവിക്കില്ല, ഉറപ്പാണ്. കാരണം ജനിച്ച നാൾ മുതലുള്ള ഒരു അസുഖമാണ്, ഹൃദയ സംബന്ധമായ രോഗം. ഈ ബ്ലഡ് കൃത്യമായിട്ട് പമ്പ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് മരിക്കും, ഉറപ്പാണ്. അതിന് സംശയമില്ല. അവർ പറഞ്ഞതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. എന്നിട്ട് ഇതെല്ലാം പ്രാർത്ഥിച്ച ശേഷം ഇവർ പറയുന്ന വാക്കിതാണ്, അച്ഛാ കർത്താവിനെല്ലാം സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഒരു 150 രൂപ എൻ്റെ കയ്യിൽ നാളെ അച്ഛൻ കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞ് തരികയാണ്. അപ്പോൾ എനിക്ക് ആ 150 രൂപ വാങ്ങിക്കാൻ തോന്നിയില്ല. കാര്യം ഞാൻ എന്തിൻ്റെ പേരിലാണ് ഈ 150 രൂപ വാങ്ങിക്കാനായിട്ട്? നാളെ ഇതിൻ്റെ പേരിൽ ഞാൻ ഒരു കുർബാന ചൊല്ലുമ്പോൾ ആ കുർബാന ചൊല്ലിത്തീന്ന് കുറച്ച് മണിക്കൂറിനകത്ത് ഞാൻ കേൾക്കാൻ പോകുന്ന വാർത്ത തീർച്ചയായിട്ടും ഈ കുഞ്ഞിൻ്റെ മരണ വാർത്തയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും ഇരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും നാളത്തെ കുർബാനയെ പ്രാർത്ഥിക്കും. ഈ മാതാപിതാക്കൾ ഉറപ്പിച്ചിങ്ങനെ എൻ്റെ കയ്യിൽ വെച്ച് തരികയാണ്. അച്ഛ ഇത് വെറുതെ ചൊല്ലിയാൽ ഞങ്ങൾക്ക് സമാധാനമില്ല. അച്ഛ ഈ 150 രൂപ വാങ്ങിക്കണം, ഞങ്ങളുടെ കുഞ്ഞി കുർബാനയുടെ ശക്തി കൊണ്ട് ജീവിക്കും. ഇങ്ങനെ ഉറപ്പിച്ചിങ്ങനെ പറയുകയാണ്. അവസാനം ഇവരെ നിർബന്ധം കൊണ്ടത് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്കും അറിയാം ഈ കുർബാന ചൊല്ലാൻ പോകുന്നത് ഇനി പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിറ്റേ ദിവസം കുർബാന ഞാൻ ചൊല്ലുന്ന എനിക്കും നന്നായിട്ടറിയാം ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടക്കാനില്ല. അവസാനം അന്നത്തെ കുർബാന കഴിഞ്ഞു, കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഒരു ഫോൺ വരുന്നു. ഫോൺ ഇങ്ങനെയാണ്, കുഞ്ഞിന് ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ ഒന്നും പറയാറൊന്നും ആയിട്ടില്ല. 48 മണിക്കൂർ ഒബ്സർവേഷനാണ്. പ്രത്യേകിച്ച് അതിൽ വലിയ മാറ്റമൊന്നുമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നീട് അവരെന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്തായാലും കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. അതുകൊണ്ടല്ല മാതാപിതാക്കൾ വിളിക്കാത്തത്. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, അച്ഛാ ഞങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ
റൂമിലേക്ക് മാറ്റി. പിന്നീട് 1 മാസം കഴിഞ്ഞ് ഞാൻ കണ്ട കാഴ്ച, ഈ 1 വയസ്സായ കുഞ്ഞിനെ അൾത്താരയിൽ ഇങ്ങനെ കിടത്തി ആ മാതാപിതാക്കള് ഒരു സൗഖ്യം കിട്ടിയ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞ് കൈവിരിച്ച് ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അന്ന് ഒരച്ഛനായിട്ട് എൻ്റെ വിശ്വാസത്തെ ഏറ്റവും അധികം പിടിച്ചു കുലുക്കിയ ഒരു കാഴ്ചയായിരുന്നു അത്. ഒരു 150 രൂപയുടെ കുർബാനയുടെ ബലത്തിൽ ഞങ്ങളുടെ കുഞ്ഞിന് ദൈവം സൗഖ്യം നൽകുമെന്ന് ഒരു മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പേരാണ് കണ്ണും പൂട്ടിയുള്ള വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം, ആർക്കും തകർക്കാൻ പറ്റാത്ത വിശ്വാസം, മരണത്തിൻ്റെ അവസാന നിമിഷം പോലും സംസാരിക്കപ്പെടുന്ന വിശ്വാസം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ജീവിക്കാതിരിക്കുമ്പോഴും പറയാത്ത കാര്യങ്ങളും ജീവിക്കാതിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ മനുഷ്യരും ക്രിസ്തുവിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ, ഉറപ്പോടുകൂടി എൻ്റെ ദൈവം ഏക രക്ഷകനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ രക്ഷയ്ക്ക് മുമ്പിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. നമ്മൾ കാനായിലെ കല്യാണ വീഞ്ഞിൻ്റെ ആ സംഭവം വായിക്കുമ്പോൾ ഏറ്റവും അവസാനം ആ കലവറക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് എപ്പോഴും നൊമ്പരമായിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടണം. നല്ല വീഞ്ഞ് ഇത്രത്തോളം നീ മാറ്റി വെച്ചിരുന്നുവല്ലോ. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വിശ്വാസത്തിൻ്റെ ആ നാളം കെടാതെ കത്തുന്നുണ്ട്. ഈ നല്ല വീഞ്ഞിന്, ഈ നല്ല നാളത്തെ ഇപ്പോഴും നമ്മൾ ജ്വലിപ്പിക്കുന്നില്ലെങ്കിൽ ഈ തിരുനാൾ കൊണ്ട് എന്തർത്ഥമാകും? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ നല്ല വീഞ്ഞിനെ ഇങ്ങനെ മാറ്റിവെച്ച് ക്രിസ്തുവിനെ പറയാതിരുന്നുവെങ്കിൽ, നമ്മൾ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കാതിരുന്നെങ്കിൽ, മരണത്തോളം എത്തിയാലും എനിക്കെൻ്റെ ക്രിസ്തു മതി എന്ന് പറയാതിരുന്നെങ്കിൽ, പിന്നീട് ഈ വിശ്വാസം കൊണ്ട്, ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.